നമസ്കാരം. ഇപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്കെതിരെ പരാതിയും പ്രതിഷേധങ്ങളുമായി AADMK രംഗത്തെത്തിയിരിക്കുകയാണ്. BJPക്കും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും നേരിടേണ്ടി വന്ന കടുത്ത തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അണ്ണാമലയ്ക്കാണെന്നാണ് പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ അയാളുടെ നാക്ക് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളമുള്ള ഒരു വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്നാണ് ADMK നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. DMKയുടെ നേതൃത്വത്തിൽ മത്സരത്തിന് മുന്നിട്ടിറങ്ങിയ ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിലെ 36 സീറ്റുകളും സ്വന്തമാക്കിയപ്പോൾ BJPയും AIADMKയും പൂജ്യത്തിലേക്ക് ആണ് കൂപ്പുകുത്തേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അണ്ണാമലൈ പറഞ്ഞൊരു കാര്യം ADMK നല്ല പോലെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ADMK 3-ാം സ്ഥാനത്താണെന്നും BJP 2-ാം സ്ഥാനത്തെത്തിയത് പാർട്ടിയുടെ വൻ വിജയമാണെന്നൊക്കെ ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അവകാശവാദം ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് ദ്രാവിഡ പാർട്ടി അണികൾ അണ്ണാമലയ്ക്കെതിരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. രണ്ട് മുന്നണികളുടെയും വളരെയധികം മോശം പ്രകടനത്തിനുള്ള പ്രധാന കാരണം അണ്ണാമലൈ ആണെന്നതാണ് മുൻ മന്ത്രി RB ഉദയകുമാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അണ്ണാമലൈ അയാളുടെ നാക്ക് നേരാവണ്ണം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്നും മുഴുവൻ പേരുടെയും പരാജയത്തിന് കാരണം ഒരേ ഒരു നേതാവാണെന്നും അത് അയാളുടെ പരിചയസമ്പത്തിൻ്റെ കുറവ് കൊണ്ടാണെന്നും തോൽവി സംഭവിച്ചതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. തനിക്ക് മുമ്പുണ്ടായിരുന്ന സീനിയർ നേതാക്കന്മാരെ കണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, പറയുന്ന വാക്കുകൾ അല്പമൊക്കെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ അയാളുടെ ഡൽഹി നേതാക്കന്മാർ ഇത്രത്തോളമൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. അയാളുടെ തെറ്റായ പദ്ധതികളിലൂടെയുള്ള നീക്കങ്ങളായിരുന്നു വളരെ എളുപ്പത്തിൽ ഭൂരിപക്ഷം ഡൽഹിയിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഉദയകുമാറിൻ്റെ ആക്ഷേപങ്ങളാണ്. AIADMKയുടെ ശക്തനായ നേതാവായിരുന്ന ഉദയകുമാർ ഇത്തവണ മധുര മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. BJP AIADMK സഖ്യം തകർത്തത് അണ്ണാമല ആണെന്നാണ് ഉദയകുമാർ കുറ്റപ്പെടുത്തുന്നത്. ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ മികച്ച പ്രകടനം രണ്ടുപേർക്കും കാഴ്ചവെക്കാമായിരുന്നുവെന്നും തമിഴ് പാർട്ടിയുടെ നേതാവ് വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നും അദ്ദേഹം വിലയിരുത്തി. തങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അയാൾ തങ്ങളെ കടന്നാക്രമിച്ചിരുന്നു, അയാൾ തങ്ങളെ അപമാനിച്ചിരുന്നെന്നും അയാൾക്കറിയില്ല. ആരാണ് സുഹൃത്ത് ആരാണ് ശത്രു എന്നും ഉദയകുമാർ കുറ്റപ്പെടുത്തുകയാണ്. കോയമ്പത്തൂരിലെ ADMKയുടെ മറ്റൊരു പ്രധാന നേതാവും മുൻ മന്ത്രിയുമായ SP വേലുമണിയും അണ്ണാമലയ്ക്ക് മേലാണ് ഇപ്പോൾ കുറ്റം ചാർത്തിയിരിക്കുന്നത്. BJP AIADMK സഖ്യമായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ 30 മുതൽ 35 സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധ്യമാകുമായിരുന്നു എന്നാണ് വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വേലുമണി അവകാശപ്പെടുന്നത്. സഖ്യം യാഥാർത്ഥ്യമാകാതിരുന്നതിൻ്റെ പഴി അണ്ണാമലയുടെ നെഞ്ചത്ത് തന്നെയാണ് വേലുമണിയും ചാരുന്നത്. തമിളസൈ സൗന്ദരരാജനും L മുരുകനും പാർട്ടിയെ നയിച്ചിരുന്നപ്പോൾ BJPയുമായുള്ള AIADMK ബന്ധം തമിഴ്നാട്ടിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. അയാൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിന് ശേഷമാണ് പിന്നീട് ഇതിൽ പിളർപ്പ് സംഭവിച്ചത്. ഇതിന് പ്രധാന കാരണം അയാളുടെ സംസാര രീതി തന്നെയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടതും അഭിമാനവുമായ CN അണ്ണാദുരൈ, ജയലളിത എന്നീ ജനപ്രതിനിധികളെ അയാൾ അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അണ്ണാമലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേലുമണി വിമർശിച്ചിരുന്നു. പാർട്ടി സ്ഥാപകനായ MGRനെയും നിലവിലെ പ്രസിഡന്റ് എടപ്പാടി പളനിസ്വാമിയെയും അണ്ണാമല അപമാനിച്ചിട്ടുണ്ടെന്നും വേലുമണി ആരോപിച്ചു. BJP AIADMK ബന്ധം തകരാൻ ഒരേ ഒരു കാരണക്കാരൻ അണ്ണാമലയാണ്. കോയമ്പത്തൂരിൽ അയാൾക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇത്തവണ അയാൾ നേടിയതിനേക്കാൾ വോട്ട് മുമ്പ് BJPയുടെ തന്നെ CP രാധാകൃഷ്ണൻ നേടിയിട്ടുണ്ട് എന്നും വേലുമണി പറഞ്ഞു. DMKയുടെ രാജ്കുമാറിനോട് 1,18,068 വോട്ടുകൾക്കാണ് കോയമ്പത്തൂരിൽ അണ്ണാമലൈ പരാജയപ്പെട്ടത്. AIADMK നേതാക്കൾ തങ്ങൾക്കെതിരെ അഴിച്ചുവിട്ട ആക്ഷേപങ്ങളിൽ പ്രതികരിച്ച് അണ്ണാമലൈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നെയും കുറ്റം ചാർത്തുന്നത് ദ്രാവിഡ പാർട്ടിയെയാണ്. 2019 തോൽവിക്കും കുറ്റം പറഞ്ഞത് BJPയുമായി കൂട്ടുകൂടിയത് കൊണ്ടാണെന്നാണ്. ഇത്തവണ BJPയെ കൂട്ടത്തിൽ ചേർക്കാതെ മത്സരിച്ചിട്ടും എന്തായി എന്നാണ് അണ്ണാമലൈ ഉന്നയിക്കുന്ന ചോദ്യം. എടപ്പാടി പളനിസ്വാമിയും വേലുമണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളാണ് തോൽവിക്ക് കാരണമെന്നാണ് BJP നേതാവും പറയുന്നത്. BJPയെ നോട്ട പാർട്ടി എന്ന് പരിഹസിച്ചവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് BJP കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മികച്ച മത്സരം നടത്താമായിരുന്നുവെന്നും. അവർ തങ്ങളോട് പെരുമാറിയത് മോശമായിട്ടായിരുന്നു. 2019 5 സീറ്റുകൾ കരസ്ഥമാക്കിയ തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു. പ്രചാരണങ്ങളിൽ BJP കൊടി പിടിക്കുന്നതിൽ നിന്നും തങ്ങളെ വിലക്കി. എന്നിട്ടിപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഒരുമിച്ചായിരുന്നുവെങ്കിൽ എല്ലാ സീറ്റുകളെ കീഴടക്കാമായിരുന്നെന്നും. എന്തുകൊണ്ടായിരിക്കും അവർ അത് നേരത്തെ മനസ്സിലാക്കാതിരുന്നത്? ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മോശം പെരുമാറ്റത്തിന് AIADMKക്ക് കിട്ടിയ തക്കതായ ശിക്ഷയാണ് എന്നാണ് അണ്ണാമലയുടെ വിശദീകരണം. യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത അണ്ണാമലയ്ക്ക് AIADMKയെക്കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ലെന്നും തങ്ങളുടെ നേതാക്കളെ വിമർശിക്കാൻ വരുന്നതിന് മുമ്പ് സ്വന്തം സ്ഥാനം പോകാതെ നോക്കാനുമാണ് പാർട്ടിയുടെ IT വിംഗ് അണ്ണാമലയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്.